ആസ്യൂതം തുടരുമീ പ്രയാണം. മോഹങ്ങൾ വിളയുന്ന കനവിന്റെ പാടങ്ങൾ കൊയ്തെടുത്തിടാൻ പോകാം. കാണാമറയത്തെ കാനാദേശങ്ങൾ മാടി വിളിക്കുന്നു ദൂരെ. പ്രയാണം 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 പ്രയാണം. 1970കളുടെ അവസാനം വയനാട്ടിലെ പുൽപ്പള്ളിയിലേക്കും അതുപോലെ കണ്ണൂർ ജില്ലയിലെ പൈതൽമല, കുടിയമ്മല, കൊട്ടംപ്ലാവ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ് ഏറ്റവും അവസാനത്തെ കുടിയേറ്റങ്ങളായിട്ട് പറയാവുന്നു. 80കൾക്ക് ശേഷം പിന്നെ കാര്യമായിട്ടുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് മുഴുവനും പശ്ചിമഘട്ടങ്ങൾ പ്രോപ്പറായിട്ടല്ല കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിന് പകരം എൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന മലകളിലേക്ക്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്തുള്ള പട്ടിക്കാട്, കുതിരാൻ തുടങ്ങിയ സ്ഥലങ്ങൾ, തിരുവല്ലോമല, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കാണ് പിന്നെ കുടിയേറ്റങ്ങൾ നടന്നിട്ടുള്ളത്. ഈ കുടിയേറ്റങ്ങളുടെ ഇത് വിലയിരുത്തുകയാണെങ്കിൽ 2 തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് പറയാനായിട്ട് സാധിക്കും. അതിലൊന്ന്, ധാരാളമായിട്ട് ചെറുകിട ഇടത്തരം കൃഷിക്കാർ മലയോര പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചതും അതുപോലെ തന്നെ ധാരാളം പ്രദേശങ്ങളിലേക്ക് പുതിയ തരത്തിലുള്ള വിത്തിനങ്ങളും വിളകളും കൊണ്ടുവരപ്പെട്ടതും ആണ് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള കാർഷിക വ്യവസ്ഥയെ വലിയൊരളവ് വരെ നിലനിർത്തിയത്. തൻ്റെ 35ാമത്തെ വയസ്സിൽ ഭാര്യ റോസമ്മയോടൊപ്പം ഏറ്റുമാനൂരിൽ നിന്നും ചീനിക്കപ്പാറയിലെത്തിയതാണ് ഇമ്മാനുവൽ കിഴക്കേച്ചെരുവിൽ. തൊഴിൽ വേണ്ടെന്ന് വെച്ച് കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണക്കാരൻ വല്യപ്പനും. നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ വിദ്യാഭ്യാസത്തിൽ എന്നെ കഴിഞ്ഞ് മുമ്പിൽ പോയി. നമ്മളെ കാർന്നവന്മാർ വിടിയല്ല. എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വല്യപ്പന് വലിയ പണക്കാരനായിരുന്നു. പുള്ളി കൃഷിയിലാണ് പൈസയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ കൃഷിയാടാ നല്ലത്. പിന്നെ ജോലിക്കൊക്കെ പഠിച്ച് ജോലിക്കൊക്കെ പോയാൽ മറ്റുള്ളവരുടെ ആശ്രയിച്ചൊക്കെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അതൊരു സ്വാതന്ത്ര്യമില്ല, കൃഷിയാണ് ഏറ്റവും നല്ലതെന്ന് പുള്ളി പറഞ്ഞു. ഓ ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പം ഞങ്ങൾ 6-7 മക്കളുണ്ട്. അപ്പോൾ അന്ന് നിലം കൃഷി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2ാം ലോകമഹായുദ്ധം വന്നപ്പം ആ നിലം കൃഷി കൂടുതലും വല്യപ്പൻ പൈസ കൂടുതൽ ആദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണയനാണ് പിടിച്ചത് മുഴുവൻ. തീർവ് കുറവായിരുന്നു. അപ്പോൾ ഈ 2ാം ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞാൽ അരിക്കൊക്കെ വില കൂടിയപ്പോഴത്തേക്കും പണയപ്പെടുത്തുന്ന നിലങ്ങളെല്ലാം ഒഴിഞ്ഞു പോയി. പിന്നെ വന്നപ്പോൾ കഷ്ടി ചെലവിനുള്ള നെല്ല് കിട്ടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളുടെ സ്നേഹിതരുടെ ഒപ്പം എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റിയാലാന്ന് തോന്നി അവിടെ നിന്നാലേ. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോയി കുറച്ച് കൂടുതൽ മണ്ണെടുത്ത് നല്ലപോലെ അധ്വാനിച്ച് കുറച്ച് മുതലുണ്ടാക്കണം, നമ്മുടെ മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കണം, എനിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായിട്ട് നിൽക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാകണമെന്നുള്ളൊരു ധാരണയിലാണ് പോരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു. പല സ്ഥലത്തും ഞങ്ങൾ സ്ഥലം നോക്കാൻ പോയി, ബന്ധുക്കാരും ഞാനുമായിട്ട്. ബന്ധുക്കാർക്ക് നാട്ടിൽ നിന്ന് വിട്ടു പോകണമെന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്ത് നോക്കിയെങ്കിലും എനിക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇവിടെ മണ്ണാർക്കാട് ഏറിയായി വന്നു കഴിഞ്ഞപ്പം എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. കാരണം ഭൂമി വളരെ ഫലഭൂയിഷ്ടമാണെന്ന് തോന്നി. റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ നല്ല ഉഗ്ര മരങ്ങളാണ്, നല്ല കൊഴുപ്പ്, നല്ല വണ്ണമുള്ള മരങ്ങളൊക്കെ, മണ്ണ് പറ്റാണെന്ന് തോന്നി. അപ്പോൾ ഇവിടെ മഴയും ധാരാളമുണ്ട്. എവിടെ നോക്കിയാലും അന്ന് ഈ 3 കൃഷിയുണ്ട് നിലം. എവിടെ നോക്കിയാലും നെല്ലും കതിരും നട്ട ആറും ഇതൊക്കെ കാണാൻ വളരെ മനോഹരം തോന്നി. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു 10 ഏക്കർ സ്ഥലം, ബാക്കി മുകളിലോട്ടും അപ്പുറത്തും എല്ലാം കച്ചവടം ചെയ്തു പോയി. ഇത് ഈ ആനയുടെ ഒരു കൂടായിട്ട് കിടക്കുകയാണ്. ഇല്ലിയും ഈ ചതുപ്പായത് മുഴുവൻ ഇല്ലിയും ഈറ്റയൊക്കെ ആയിട്ട് അങ്ങനെ നല്ല തീറ്റയുണ്ട്. കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആനയെല്ലാം ഇവിടെ വന്നു കൂടും.
സൗകര്യമായിട്ട് വേനൽക്കാലത്ത് കിടക്കാൻ. അപ്പോൾ ഈ ആനയെ പേടിച്ചിട്ട് ആരും ഇത് എടുത്തില്ല. ഒരു പാർട്ടി കച്ചവടം ചെയ്ത് ഉപേക്ഷിച്ച് പോയി. ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എന്നോടും എല്ലാവരും പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അന്ന് അരി മേടിക്കാനും നോക്കാനൊന്നും പറ്റില്ല. ഞാൻ നല്ല അരിയുടെ കഞ്ഞിയെ കുടിച്ചിട്ടുള്ളൂ, മേടിച്ച അരിയുടെ കഞ്ഞി കുടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആയാലും കൃഷി ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള നെല്ല് കിട്ടും. അപ്പം ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയാം. ആനയുടെ ശല്യമൊക്കെ അത് നമ്മൾ കഴിയുന്നിടത്തോളം പരിശ്രമിക്കുക, പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവമൊക്കെ നടത്തിത്തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ സ്ഥലം തന്നെ എടുത്തു. കൃഷി ആരംഭിച്ചു. ആദ്യം കൃഷി ചെയ്തപ്പം നിലത്തിൻ്റെ ഈ 2 സൈഡിലും കുറച്ച് വേലി കെട്ടി മുളയടിച്ച്. ആന എന്തെങ്കിലും വന്ന് തള്ളിയാൽ ഒച്ച ഉണ്ടാകില്ല. അപ്പം നമുക്ക് ഏറ്റവും ഓടിക്കുക. പന്തമൊക്കെ കെട്ടി വെച്ച് മണ്ണെണ്ണയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആന വന്ന് നെല്ല് വിളഞ്ഞു ഒരു വഴുപ്പാകാറായപ്പോഴത്തേക്കും ഒരു ദിവസം ആന വന്നു. അപ്പം വന്ന് ഈ വേലി തള്ളി ഒരു 3-4 പത്തൽ ഒടിഞ്ഞു. അപ്പം ഞാൻ കേട്ടു. ഞാൻ വേഗം ഏറ്റു ഈ പന്തത്തേൽ വണ്ണെണ്ണ കഴിച്ചിട്ട് തീപ്പെട്ടി ഈ കണ്ടത്തിൻ്റെ അരി വന്നിട്ട് ഇതങ്ങ് കത്തിച്ചു. തിങ്ങാളിയപ്പോഴത്തേക്ക് ആന അങ്ങോട്ട് പേടിച്ചിട്ട് ഒരു കാഴ്ച. എന്നിട്ട് ആന ഓടി അവിടുന്ന് ഓടി അക്കരെ കുന്ന് കയറി അങ്ങനെ അപ്പുറത്തോട്ട് ചാടി മറിഞ്ഞു പോയി. പിന്നെ ആന ഈ വഴിക്ക് വന്നിട്ടില്ല. കിലോമീറ്ററോളം വനത്തിലൂടെ ഒറ്റയ്ക്ക് നടന്ന് സ്കൂളിൽ പോയിരുന്ന കാര്യം തമ്പി പൂന്തോട്ടത്തിൽ ഓർത്തു. ഒരിക്കൽ താനും അമ്മയും ജ്യേഷ്ഠനും ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ട കഥയും. പിന്നെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞാൻ ആനയെ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് ഇത് കാട്ടാനയാണെന്നുള്ള ബോധ്യത്തിലല്ല. എൻ്റെ മുന്നിൽ ഞാൻ തന്നെയുള്ളൂ പോകാനായിട്ട്. ഈ 14 കിലോമീറ്റർ ഞാൻ തന്നെ വേണം നടക്കാൻ. അപ്പോൾ ഈ വനങ്ങളാണ്, ചുറ്റും വനങ്ങളാണ്. നമ്മളിവിടുന്ന് എടക്കുറിശി കുന്നെന്ന് പറയുന്ന 8 കിലോമീറ്റർ ചെന്നിട്ട് വേണം വനം അല്ലാത്തരം കാണാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ആന ഇങ്ങനെ മുന്നിൽ പോകുമ്പോൾ നാട്ടാനയായിരിക്കും, ആൾ കൂട്ടത്തിൽ കാണും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോയാലും ഒരു 2 കിലോമീറ്ററോളം ഈ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലം വരെ പുറകെ ചെന്നു. പുറകെന്ന് പറഞ്ഞാൽ ഞാനൊരു 100 മീറ്റർ അകലെ 50 മീറ്റർ അകലെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഈ മറ്റുള്ള മലമ്പണിക്ക് വേണ്ടിയിട്ട് മരം വെട്ടാൻ വേണ്ടി വരുന്ന പണിക്കാരാണ് പറയുന്നത്. ആനയെ കണ്ടിട്ട് കുറേ പേര് പുറകോട്ടോടി, കുറച്ച് പേര് വഴി വിട്ടിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അവർ പറഞ്ഞു, മോനെ അത് ആനയാണ്, കാട്ടാനയാണ് പോകുന്നത്, അതുകൊണ്ട് നീ ഇഞ്ഞും തന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അന്നേരം ആനയാണെന്ന് മനസ്സിലായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി. അന്ന് വേറെ വഴിയുണ്ട്, ആ വഴി കൂടെ സ്കൂളിൽ പോയി. ഓർമ്മയിൽ ഇന്നും അപാരമായിട്ടുള്ളിൽ നിന്ന് വലിയൊരു ഭയാനകത്വം തോന്നുന്ന ഒരു രംഗം എനിക്കുണ്ടായത്. എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അമ്മയും ഞാനും ഈ പുഴയിൽ, പിന്നെ അമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു, ജ്യേഷ്ഠനപ്പുറത്ത് പിന്നെ കന്നുകാലിക്ക് പുല്ലരിക്കുകയാണ് പുഴയുടെ തൊട്ടപ്പുറം. ഞാൻ പുഴയിൽ നിന്ന് കുളിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ വലിയൊരു എരമ്പൽ കേട്ടു. ഈ പറഞ്ഞ നേരം കൊണ്ട് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു 50 മീറ്റർ മുകളിൽ ഒരു 2 പെര വലിപ്പത്തിലാണ് വെള്ളം ചാടി വരുന്നത്. ഈ വെള്ളം വരുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ ആകെ ഭയപ്പെട്ടു. അപ്പോഴത്തേക്ക് ജ്യേഷ്ഠന് മനസ്സിലായി. ജ്യേഷ്ഠന് ഓടി വന്ന് എന്നെ എടുത്ത് ഈ അമ്മയും പിടിച്ച് ഈ പറഞ്ഞ ഏതാണ്ട് ഒരു 5 സെക്കൻഡ് കൊണ്ട് വെള്ളം തൽക്കാലം എത്താത്ത ഒരു കരയിലേക്ക് കയറി, ഒരു തിട്ടലേക്ക് കയറി. ഞങ്ങൾ അവിടെ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ വെള്ളം ഞങ്ങളുടെ കാലിൽ പോലും തട്ടിയിട്ടാണ് വെള്ളം പോകുന്നത്. ഞങ്ങളവിടെ നിന്നിരുന്നതിൽ ഞങ്ങൾ 3 പേരും കിട്ടില്ല. കാരണം ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ചാടും, ജ്യേഷ്ഠനും പോകും. ആ ഒരു അനുഭവം ഉണ്ടായത് ഇന്നും ഭീകരതയോടെ അത് ഓർക്കാൻ പറ്റുള്ളൂ, ഭയത്തോടെ കാണാൻ പറ്റും. അത് ഈ വനത്തിൽ മഴ പെയ്താൽ, ഇവിടെ മഴയില്ലെങ്കിലും വനത്തിൽ മഴ പെയ്യും. അത് കല്ലിൻചാട്ടങ്ങൾ കടന്ന് ഇവിടെ എത്താനായിട്ട് കൂടിയാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പുഴയുടെ ആരംഭം. അവിടുന്ന് ഈ പറഞ്ഞ വെള്ളം ഇതുപോലെ ആന കുതിച്ച് വരുന്ന പോലെ വരും. പാലക്കയത്തിന്റെ ഓരോ മാറ്റത്തിനും സാക്ഷിയായിരുന്നു കാഞ്ഞിരപ്പുഴക്കാരൻ ബാവക്ക. കുടിയേറ്റത്തിന് മുൻപുള്ള പാലക്കയവും ആദ്യകാലത്ത് കുടിയേറിയ ഓരോ മനുഷ്യന്റെയും കഷ്ടപ്പാടുകളും ഏറെ കണ്ടിട്ടുണ്ട് ഈ 79കാരൻ.
മലമ്പനി വന്ന് നരകയാതന അനുഭവിച്ച ഒരു കുടിയേറ്റക്കാരന്റെ കഥ ബാവക്ക പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ലേശം വീട്ടുകാരുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ഒറ്റ വീട്ടുകാരില്ല. പിന്നെ കയറിയതാണ് പൂന്തോട്ടംകാർ, ചാലിങ്ങക്കാർ, കുറ്റിക്കക്കാർ, കിളിരു കുഞ്ഞ്, അങ്ങനെ 12-13 വീട്ടുകാർ അവിടെ ഇരുന്നാവട്ടിയിൽ വന്നത്. ആദ്യം ഒക്കെ ഷെഡ് കെട്ടി, ആദ്യം ഒരു ഷെഡ് കെട്ടി അതിലെല്ലാവരും പാർക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും. പിന്നെ ഓരോ ഷെഡ് കെട്ടി അങ്ങനെ മാറും. പിന്നെ വന്ന് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ. അത് 14-15 വീട്ടുകാർ വന്നു. അന്ന് തച്ചമ്പാറ പോകണം, പിന്നെ 15 കിലോമീറ്റർ പോകണം കഞ്ഞിയിലിരുന്ന് ഒത്തു വരെ കിട്ടണമെങ്കിൽ. അവിടെ പോയി വാങ്ങിയിട്ട് വരിക, അല്ലെങ്കിൽ ഇടക്കുറിശി പോകണം. അന്ന് ചെറക്കൽപ്പടി മണ്ണാരക്കാട് പാലക്കാട് റോഡുള്ളൂ. ഇവിടെ നിന്നുണ്ട് 20 കിലോമീറ്റർ ഉണ്ട് ചെറക്കപ്പടിയിൽ നിന്നുണ്ട്. ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ട് ഇടക്കുറിശിയിൽ നിന്ന്. ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരും. അത് തീർന്നോ വാങ്ങിയിട്ട് വരാനും പൈസ ഉണ്ടോ? അങ്ങനെ പട്ടിണി കിടന്നു, അങ്ങനെ ബുദ്ധിമുട്ടി. ഇവിടെ ഇടുക്കാൻ തോർത്തുകൊണ്ടും തുണിയില്ലാതെ ചാക്കെടുത്ത് പണിത ആളുണ്ട്. അയാൾ മരിച്ചു. പൂന്തോട്ടത്തിൽ ഏലിയാസ് ചേട്ടൻ. ചാവുന്നവരയാൾ പറയും. അയാളുടെ മക്കളുടെ മക്കളും ഒക്കെ ഉണ്ട്. അതുപോലെ പൂന്തോട്ടത്തിൽ നിന്ന് അയാളൊരു അനുജനുണ്ടായിരുന്നു. അയാളുടെ ഈ വില്ലേജിൻ്റെ താഴെ താമസിച്ചത്. അവിടെ വന്ന് കുറച്ച് പണിയൊക്കെ എടുത്ത് ഇയാൾക്ക് നലന്തനി പിടിച്ചു. അന്ന് കാലത്ത് നലന്തനീന്നാണ് പറയാം. അത് പിടിച്ചിട്ട് ഇയാൾ ചാവുമില്ല, നാട്ടിൽ പോകാനും ഒരു സാധനം തിന്നാനും കുടിക്കാനും ഇല്ല. അതവിടെ കാട്ടാന വന്നിട്ട് കന്നിമാസത്തിൽ ആന നെല്ല് വലിച്ച് തിന്നുക. ഇയാളൊരു ഷെഡിലിങ്ങനെ തീയും കാഞ്ഞ് നീച്ചാൻ വയ്യാതെ ഇരിക്കുകയാണ്. ഇയാളെ ആന കൊല്ലാൻ വേണ്ടി ചെന്നത്. ഇയാൾക്കൊന്ന് ചത്ത് കിട്ടണ്ടേ. ഒരു മടാൾ കൊണ്ട് പോയിട്ട് ആൻ്റെ പിന്നിക്കുടി പോയിട്ട് കാലിൽ നിന്നൊരു വെട്ടാൻ കൊടുത്തു. ആന അങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് ഇത് എന്ത് വിശ്വാസാണെന്ന് പറഞ്ഞ് ആന കൂക്കി കാറി അങ്ങോട്ട് മുണ്ടയാടമലയിൽ കൂടി കയറി ഓടി. എന്നിട്ട് അയാൾ ചത്തില്ല. അതാ ചത്തിട്ട് 5-6 കൊല്ലമായിട്ടുള്ള ഇടക്കുറിശി പോയിട്ട്. അക്കാലങ്ങളിൽ തടിപ്പണിയായിരുന്നു ഇദ്ദേഹത്തിന്. പട്ടിണിക്കാലങ്ങളിൽ പനയുടെ ഉള്ളിലുള്ള ചോറ് അരച്ചു കുറുക്കി കഴിച്ച കാലങ്ങൾ അദ്ദേഹം ഓർത്തു. എനിക്ക് തടിപ്പണിയായിരുന്നു. കുഞ്ഞായ്മൂലാളി പിന്നെ കന്നാത്ത സാഹിബൊക്കെ ഇവിടെ തടി വെട്ടി സൂര്യോട് താൽപ്പിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടാണ് ലോഡ് കയറ്റിയിരുന്നത്. അതുവരെ പുഴയിൽ കൂടി കരയത്തിൽ കൂടിയും കൊണ്ടുപോവുകയായിരുന്നു. ഭക്ഷണം വീട്ടിലുണ്ടെങ്കിൽ വല്ലതും കൊണ്ടുപോകും. പിന്നെ വിശക്കുകയാണെങ്കിൽ ചോലയിൽ ഇറങ്ങി വെള്ളം കോരി കുടിക്കണം. അല്ല വീട്ടുകാരും തരൂല, തരാനില്ല, തരൂല്ല. അത് തൂക്കാത്രത്തിൽ അല്ല കഞ്ഞിയോ വറ്റോ. പിന്നെ അന്ന് ഈ അരിക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ്. ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ട് അത് വേവിച്ച് കൊണ്ടുപോകും. അതുമില്ല. ഈ ആഴപ്പന എന്ന് പറയും, അല്ലെങ്കിൽ കാട്ടുതെങ്ങ് പറയും. അത് ഈ തനയില്ല, ആന എന്നുള്ള തന. അത് പൊളിച്ച് അതിലൊരു ചോറുണ്ട്. അത് ഇടിച്ച് പിഴിഞ്ഞ് കുറുക്കി അത് കുറേ തിന്ന് പന വെട്ടി പൊളിക്കുക. അതിൻ്റെ ഉള്ളിൽ ചോറുണ്ട്. ചോറ് ചെറുതായി അരിഞ്ഞിട്ട് ഉരലിലോ ഇതിലിട്ട് ഇടിക്കുക. എന്നിട്ട് വലിയ വട്ടമുള്ള പാത്രത്തിൽ തുണി കെട്ടുക. അങ്ങനെ തുണി ഇങ്ങനെ കെട്ടിയിട്ട് അതിലിങ്ങനെ ഇളക്കുക. ഇളക്കി അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിൽ ഇതിൻ്റെ പൊടി അതിൻ്റെ അടിയിൽ തൊടും. വെള്ളം ഊറ്റിക്കളഞ്ഞ് അത് കുറുക്കുക. എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സുമാറ് പറഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കുക. നഞ്ച് കലക്കി മീൻ പിടിക്കുന്ന ചേട്ടന്മാർ, മുതിർന്നവർ, അവരുടെ കൂടെ ഞാനും പോകും. അതുപോലെ ആ പുഴയിൽ തോട്ട പൊട്ടിച്ച് മീൻ പിടിക്കുന്നു. ഇതൊക്കെ കൊല്ലത്തിൽ 1-2 തവണയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് വിചിത്രമായ കാഴ്ചകളാണ്. പുഴ നിറയെ ചത്ത മീനുകൾ പൊന്തിക്കിടക്കുന്നു. തോട്ട പൊട്ടിച്ചവർ വളരെ വെളുപ്പിന് അത് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള വലിയ മീനുകളുമായി സ്ഥലം വിട്ടിട്ടുണ്ടാവും. എന്നെപ്പോലെയുള്ള ആളുകൾ ഇത് ആരൊക്കെയോ അറിഞ്ഞിട്ട് കുളിക്കാൻ പോയ ആളുകൾ പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ഇതിൽ ചെറിയ ചെറിയ മീനുകളെ പിടിച്ച് കൊണ്ടുവന്ന് അത് വീട്ടിൽ കൊടുത്ത് ഭക്ഷണമാക്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ പന്നിയെ പിടിക്കാനുള്ള പന്നിയാണ് ഒരു വലിയ ശല്യം. അത് ഇഞ്ചിയും കപ്പയും ഒക്കെ കുത്തി നശിപ്പിക്കുന്നു. അപ്പോൾ ഈ പന്നിയെ പിടിക്കാൻ പടക്കം വെച്ച് വിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ട്.
എനിക്കതും അത്ഭുതകരമായ ഒരു വിചിത്രമായ ഒരു ഓർമ്മയാണ്. ഈ കോഴിമുട്ടകളിൽ പടക്കം വെച്ചിട്ട് അത് കോഴിമുട്ട കൂട്ടി അതുപോലെ ഒട്ടിച്ച് മെഴുകുകൊണ്ട് ഒട്ടിച്ച് ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് അതിൽ കുറച്ച് കോഴിമുട്ടകൾ ഒറിജിനലായിരിക്കും, ഒരെണ്ണത്തിൽ മാത്രം പടക്കം ഉണ്ടാവും. അപ്പോൾ അത് പന്നി വന്ന് ഈ കപ്പയും ഇഞ്ചിയും കുത്തി മറിച്ചുകൊണ്ട് ചാണകപ്പുഴുക്കളെ തിന്നാനും മറ്റുമാണ് പന്നി വരുന്നത്. കപ്പ തിന്നാനും ഉണ്ടാവും. അത് ചെയ്യുന്നതിനിടയിൽ ഈ മുട്ട ഒറിജിനലാണെന്ന് തെറ്റിദ്ധരിച്ച് കടിക്കുകയും തല പൊട്ടിത്തെറിച്ച് പന്നി ചാവുകയും ചെയ്യുന്നു. രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഇത് വെച്ചവർ, അപ്പോൾ ഇത് വെക്കുന്നവരുടെയൊക്കെ പുറകിൽ പോകുന്ന ഒരു സാക്ഷിത്വം എൻ്റെ ബാല്യത്തിനുണ്ടായിരുന്നു. സാക്ഷിയാണ് ഞാൻ. എനിക്കിതിൽ പങ്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ആരും അതല്ല, അല്ലാത്ത പുറത്തുള്ള ചേട്ടന്മാർ, അറിയുന്ന നല്ല പരിചയമുള്ള ചേട്ടന്മാർ അങ്ങനെ പന്നിയെ പിടിക്കുന്നു. പിന്നെ മുള്ളൻ്റെ മടകൾ ചകിരിയും ഉണക്കമുളകും ഒക്കെ വെച്ചിട്ട് മുള്ളൻ്റെ മടകളുടെ ഗുഹകളുടെ വാസസ്ഥലങ്ങളുടെ കവാടം പുകച്ചിട്ട് ആ പുക മുഴുവൻ പാള കൊണ്ടോ മുറം കൊണ്ടോ വീശി ഇതിൻ്റെ ഉള്ളിലേക്കാക്കുന്നു. ഉള്ളിലേക്കാക്കിയിട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ ഓർമ്മ, ഈ മടയ്ക്കുള്ളിൽ മുഴുവൻ പുക നിറഞ്ഞ് ഇത് മുള്ളൻ ചാവും, ശ്വാസം മുട്ടി ചാവും. എന്നിട്ട് അവസാനം പോകുമ്പോൾ ഈ മടയുടെ കവാടം കനത്ത കല്ലുകൾ കൊണ്ട് മൂടിയിട്ടാണ് പോവുക. എന്നിട്ട് രാവിലെ ഇവർ ഇത് ചെയ്യുമ്പോൾ ഞാൻ സാക്ഷിയായിട്ടുണ്ടാവും. രാവിലെ ഇത് എങ്ങനെയാണ് ഈ പന്നി ഈ മുള്ളനെ ഇവർ പിടിക്കുക? ഇത് ഗുഹയ്ക്കുള്ളിലല്ലേ, എത്രയോ ഉള്ളിലാണ്, അതിലേക്ക് കയറി പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും ഓർക്കുന്ന ഞെട്ടിക്കുന്ന സങ്കടകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ആ മടയിലെ എല്ലാ മുള്ളനും അതിൻ്റെ മുതിർന്ന മുള്ളന്മാരും മക്കളും എല്ലാം ആ കവാടത്തിൻ്റെ അറ്റത്ത് വന്ന് അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി ശ്രമം നടത്തി പരാജയപ്പെട്ട് ചത്ത് ആ കവാടത്തിൽ തന്നെ ഉണ്ടാവും, എടുക്കുകയേ വേണ്ടൂ. വളരെ എളുപ്പമുള്ള ഒരു പിടിക്കലാണ്, അകത്ത് കയറേണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഈ ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെടുന്ന ഈ മുള്ളൻ്റെയും ഇങ്ങനെ പടക്കം പൊട്ടിത്തെറിച്ച് പലപ്പോഴും ഈ പന്നി കൗശലക്കാരനാണെങ്കിൽ ഈ ഒറിജിനൽ മുട്ടകൾ മാത്രം തിന്നിട്ട് പടക്കമുള്ള മുട്ട മാത്രം ഉപേക്ഷിച്ച് പോകുന്ന സന്ദർഭവും ഇത് എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വിചിത്രമായ ഒരു കുടിയേറ്റ ജീവിതത്തിൻ്റെ നഞ്ചു കലക്കൽ ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെയുള്ള കുറച്ച് കാഴ്ചകൾ, ഈ കാഴ്ചകളും അനുഭവങ്ങളുമൊക്കെ എൻ്റെ ഓർമ്മയിൽ വിചിത്രമായി ഇന്നും നിലനിൽക്കുന്നു. ജന്മാന്തരങ്ങളായി മരുപ്പച്ച തേടി അനുസ്യൂതം തുടരുമീ പ്രയാണം, മോഹങ്ങൾ വിളയുന്ന കനവിന്റെ പാടങ്ങൾ കൊയ്തെടുത്തിടാൻ പോകാം. കാണാമറയത്തെ കാണാൻ ദേശങ്ങൾ മാടി വിളിക്കും